നമുക്കിന്ന് അടുത്ത മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യാം. അടുത്ത മൊഡ്യൂൾ ലോ ഓഫ് ലാർജ് നമ്പേഴ്സ് ആണ്. ഈ ഒരു മൊഡ്യൂളിൽ നമ്മൾ പഠിക്കാം ഷെബിഷെഫ്സ് ഇൻഇക്വാളിറ്റി, കൺവെർജൻസ്, വീക്ക് ലോ ഓഫ് ലാർജ് നമ്പേഴ്സ്, സെൻട്രൽ ലിമിറ്റ് തിയറം. അപ്പം മെയിനായിട്ട് ഈ 4 കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുക. അപ്പം ഒന്നാമത്തെ കാര്യം ഷെബിഷെഫ്സ് ഇൻഇക്വാളിറ്റി എന്ന് പറയുന്നത് ഒരു പ്രോബബിലിറ്റിക്ക് അപ്പർ ബൗണ്ട് അല്ലെങ്കിൽ ലോവർ ബൗണ്ട് കണ്ടുപിടിക്കാനായിട്ടാണ് ഷെബിഷെഫ്സ് ഇൻഇക്വാളിറ്റി നമ്മൾ യൂസ് ചെയ്യുക. അത് ഷെബിഷെഫ് എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റാണ് അത് പ്രപ്പോസ് ചെയ്തത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പേരിൽ അത് അറിയപ്പെടുക. അപ്പോൾ ഈ ഇൻഇക്വാളിറ്റി എന്താണെന്നും അതിൻ്റെ പ്രൂഫുമാണ് നമ്മൾ ആദ്യം നോക്കുക. പിന്നെ അതിൻ്റെ കുറച്ച് വർക്കൗട്ട് എക്സാമ്പിൾസ് ഉണ്ട്. അത് ചെയ്യുമ്പോൾ എന്താണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. അതിനുശേഷമാണ് കൺവെർജൻസ് ഇൻ പ്രോബബിലിറ്റി ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ, പിന്നെ ബെർണോള്ളിസ് ലോ ഓഫ് ലാർജ് നമ്പേഴ്സ്, വീക്ക് ലോ ഓഫ് ലാർജ് നമ്പേഴ്സ്, സെൻട്രൽ ലിമിറ്റ് തിയറം. ഇത്രയും പോർഷൻസ് കൂടി നമുക്ക് വരുന്നുണ്ട്. അപ്പം വളരെ എളുപ്പമുള്ള ഒരു ചാപ്റ്ററാണ്. ആദ്യം തൊട്ട് കൃത്യമായിട്ട് പഠിക്കുകയാണെങ്കിൽ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ ചാപ്റ്റർ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ക്വസ്റ്റ്യൻസ് വരുമ്പം പ്രോബ്ലംസ് എല്ലാം നന്നായിട്ട് ചെയ്യാനും പറ്റും. അപ്പോൾ അത് നമുക്ക് ഷെബിഷെഫ് ഇൻഇക്വാളിറ്റി സ്റ്റാർട്ട് ചെയ്യാം. ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കട്ടെ, ലോ ഓഫ് ലാർജ് നമ്പേഴ്സ് എന്ന് പറയുമ്പം ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി, അതായത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ആ ഒരു സാമ്പിൾ സൈസ് അല്ലെങ്കിൽ ഒരു പോപ്പുലേഷൻ സൈസ് അത് ഇൻഫിനിറ്റിയിലേക്ക് ടെൻഡ് ചെയ്യുമ്പോഴുള്ള നമ്മൾ കൺസിഡർ ചെയ്യുന്നതിൻ്റെ ബിഹേവിയർ ആണ് ലോ ഓഫ് ലാർജ് നമ്പേഴ്സ് എന്നുള്ളതിൽ നമ്മൾ പഠിക്കുക. അപ്പം ഒരു ഇൻഫിനിറ്റിയിലേക്കുള്ള ഒരു n കൺസിഡർ ചെയ്യുമ്പം അത് ഇൻഫിനിറ്റിയിലേക്ക് ടെൻഡ് ചെയ്യുമ്പം പല പ്രോബബിലിറ്റീസിനും ഡിസ്ട്രിബ്യൂഷൻസിനും ഒക്കെ ഉണ്ടാവുന്ന ആ ചേഞ്ച്, ആ റൂൾസ്, അതിനെയാണ് ലോ ഓഫ് ലാർജ് നമ്പേഴ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക. അപ്പം നമ്മൾ ആദ്യം കൺസിഡർ ചെയ്യുന്ന ഷെബിഷെഫ്സ് ഇൻഇക്വാളിറ്റി ആണ്. ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുക ലെറ്റ് എക്സ് ബി എ റാൻഡം വേരിയബിൾ ആൻഡ് എക്സിൻ്റെ മീൻ ആണ് മ്യൂ എന്ന് പറയുന്നത്. എക്സിൻ്റെ വേരിയൻസ് സിഗ്മ സ്ക്വയർ ആണ്. അപ്പം മ്യൂവും സിഗ്മ സ്ക്വയറും ഫൈനൈറ്റ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും ഒരു ടിക്ക് ഫോർ എനി ടി, ഏതൊരു ടി എടുത്തു കഴിഞ്ഞാലും നമുക്ക് 2 പ്രോബബിലിറ്റീസ് ഡിഫൈൻ ചെയ്യാനായിട്ട് പറ്റും. അതായത് പ്രോബബിലിറ്റീസിൻ്റെ അപ്പർ ബൗണ്ടും ലോവർ ബൗണ്ടും ആണ് ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്. അപ്പം ഇതാണ് ആ ഇൻഇക്വാളിറ്റീസ്. അതായത് ഫസ്റ്റ് എന്താണ് പറയുക, എക്സിൻ്റെ വാല്യൂ മ്യൂവിൽ നിന്നും ഡീവിയേറ്റ് ചെയ്യാനുള്ള ആ ഒരു റേഞ്ച്, അതായത് എക്സ് എന്ന് പറയുന്നത് നമ്മൾ റാൻഡം വേരിയബിൾ, അതിൻ്റെ വാല്യൂ അതിൻ്റെ മീനിൽ നിന്നും ഡീവിയേറ്റ് ചെയ്യാനുള്ള ആ ഒരു എമൗണ്ട് ടി സിഗ്മയെക്കാട്ടിലും കൂടാനുള്ള പ്രോബബിലിറ്റി, ആ എമൗണ്ട് ടി ഇൻറ്റു സിഗ്മ, ടി എന്ന് പറയുന്നത് ഏതൊരു റിയൽ വാല്യൂ ആകാം, ടി ഇൻറ്റു സിഗ്മയെക്കാളും കൂടാനുള്ള പ്രോബബിലിറ്റി 1/t സ്ക്വയറിനെക്കാട്ടിലും കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു അപ്പർ ബൗണ്ടാണ് സ്റ്റേറ്റ് ചെയ്യുക. അപ്പം നമുക്ക് സിഗ്മ അറിയാമെങ്കിൽ നമുക്കൊരു വാല്യൂ കൺസിഡർ ചെയ്യുന്നുണ്ടെന്ന് ഓർത്തോ. അപ്പം അവിടെ നമുക്ക് ടി എന്ന് പറയുന്ന ഒരു വാല്യൂ എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം ഈ എക്സിൻ്റെ വാല്യൂ അതിൻ്റെ മീനിൽ നിന്നും ഡീവിയേറ്റ് ചെയ്യാനുള്ള ആ ഒരു എമൗണ്ട് ടി സിഗ്മയെക്കാളും കൂടാനുള്ള പ്രോബബിലിറ്റി 1/t സ്ക്വയറിനെക്കാട്ടിലും കുറവായിരിക്കും. അപ്പം 1/t സ്ക്വയർ എന്ന് പറയുന്ന ആ പ്രോബബിലിറ്റിയുടെ ഒരു അപ്പർ ബൗണ്ട് ആയിരിക്കും. ഇനി അടുത്തത് പറയുന്നത് ഈ എക്സ് മീനിൽ നിന്നും ഡീവിയേറ്റ് ചെയ്യാനുള്ള ആ ഒരു എമൗണ്ട് ടി സിഗ്മയെക്കാളും കുറവാകാനുള്ള പ്രോബബിലിറ്റി 1 - 1/t സിഗ്മയെക്കാളിലും ടി സ്ക്വയറിനെക്കാട്ടിലും കൂടുതലായിരിക്കും. അതായത് എക്സ് മ്യൂവിൽ നിന്നും ഡീവിയേറ്റ് ചെയ്യുന്ന എമൗണ്ട് ടി സിഗ്മയെക്കാളും കുറയാനുള്ള പ്രോബബിലിറ്റിയുടെ ലോവർ ബൗണ്ടാണ് 1 - 1/t സ്ക്വയർ. അപ്പോൾ ഈ 2 കാര്യങ്ങളാണ് ഷെബിഷെഫ്സ് ഇൻഇക്വാളിറ്റി ആയിട്ട് ഓർത്തിരിക്കേണ്ടത്. ഇനി ഇതിൻ്റെ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് വരുമ്പം നമുക്ക് മ്യൂവും സിഗ്മയും തന്നിട്ടുണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യും, ക്വസ്റ്റ്യന് ചോദിക്കുക ഇതിൻ്റെ ഇന്ന ഒരു പ്രോബബിലിറ്റിക്ക് വേണ്ടി ഒരു അപ്പർ ബൗണ്ട് കണ്ടുപിടിക്കുക അല്ലെങ്കിൽ ലോവർ ബൗണ്ട് കണ്ടുപിടിക്കുക. അപ്പം ഈ ഒരു
ഇന്നിക്വാളിറ്റിയിൽ മ്യൂവും സിഗ്മയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ടിയുടെ വാല്യൂ കണ്ടുപിടിച്ചിട്ട് അപ്പർ ബൗണ്ട് ആണെങ്കിൽ 1/t², ലോവർ ബൗണ്ട് ആണെങ്കിൽ 1 - 1/t² നമ്മൾ കണ്ടുപിടിക്കണം. അതാണ് ഇവിടുത്തെ പ്രോബ്ലം ആയിട്ട് വരിക. ഓക്കെ, അപ്പം ഇതിൻ്റെ പ്രൂഫ് വരുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പം പ്രൂഫ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നമുക്ക് ആദ്യം സിഗ്മ സ്ക്വയറിൻ്റെ, അതായത് വേരിയൻസിൻ്റെ ഡെഫിനിഷൻ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം സിഗ്മ സ്ക്വയറിൻ്റെ ഡെഫിനിഷൻ എന്താ? എക്സ്പെക്ടേഷൻ്റെ ടേംസിൽ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർ, അല്ലെങ്കിൽ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ, അല്ലെങ്കിൽ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് മൈനസ് മ്യൂ ദ ഹോൾ സ്ക്വയർ. അപ്പം നമുക്കിവിടെ എന്താണ്, വിത്തൗട്ട് ലോസ് ഓഫ് ജനറാലിറ്റി നമുക്ക് എക്സ് കണ്ടിന്യൂസ് ആണ് എന്ന് കൺസിഡർ ചെയ്യാം. അപ്പം ഇൻ്റഗ്രേഷൻ ഉപയോഗിച്ച് ചെയ്താൽ മതിയല്ലോ. അതിൻ്റെ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് സമ്മേഷൻ എടുക്കുന്നതിന് പകരം ഇൻ്റഗ്രേഷൻ എടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടി നമ്മൾ എക്സ് കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് മൈനസ് മ്യൂ ദ ഹോൾ സ്ക്വയർ അത് നമുക്ക് ഇൻ്റഗ്രേഷൻ്റെ ടേംസിൽ എഴുതാമല്ലോ. സോ എക്സിൻ്റെ റേഞ്ച് -∞, ഇൻഫിനിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യുവാണ്. ഫുൾ റേഞ്ച്, ഫുൾ റിയൽ നമ്പർ ലൈൻ നമ്മൾ കൺസിഡർ ചെയ്തു. എക്സിൻ്റെ PDF f(x). അങ്ങനെയാണെങ്കിൽ ഈ എക്സ്പെക്ടേഷനെ ഇൻ്റഗ്രേഷൻ്റെ ടേംസിൽ ഇങ്ങനെ നമുക്ക് എഴുതാം. ഇനി ഞാൻ ഇതിന് ഈ റിയൽ ലൈനിനെ മ്യൂ മൈനസ് ടി സിഗ്മ, മ്യൂ പ്ലസ് ടി സിഗ്മ, അങ്ങനെ 2 പോയിന്റ്സിൽ കട്ട് ചെയ്യുവാണ്. മ്യൂ മൈനസ് ടി സിഗ്മയും മ്യൂ പ്ലസ് ടി സിഗ്മയും. അപ്പം നമുക്ക് 3 ഇൻ്റർവെല്ലായിട്ട് -∞, ഇൻഫിനിറ്റി എന്ന് പറയുന്ന റിയൽ ലൈനെ കിട്ടും. ഏതൊക്കെയാണ്? -∞ ടു മ്യൂ മൈനസ് ടി സിഗ്മ, മ്യൂ മൈനസ് ടി സിഗ്മ ടു മ്യൂ പ്ലസ് ടി സിഗ്മ, ദെൻ തേർഡ് വൺ മ്യൂ പ്ലസ് ടി സിഗ്മ ടു ഇൻഫിനിറ്റി. അത് നമുക്ക് നമ്മുടെ ആൻസറിലേക്ക് വരാനുള്ള എളുപ്പത്തിന് വേണ്ടി നമ്മൾ ഇതിനെ 2 പോയിന്റിൽ വെച്ച് ഡിവൈഡ് ചെയ്തെടുക്കുന്നു. സോ നമുക്ക് ഇൻ്റഗ്രേഷനെ എങ്ങനെ എഴുതാം? സോ നമുക്ക് ഈ ഇൻ്റഗ്രേഷനെ 3 ടേം ആയിട്ട് ഡിവൈഡ് ചെയ്ത് എഴുതാം. ഓക്കെ, അപ്പം ആ റിയൽ ലൈനെ ഞാൻ കട്ട് ചെയ്തിരിക്കുന്നതാണ്, താഴെ ഒന്ന് ജസ്റ്റ് കാണിച്ചു തന്നിരിക്കുന്നത്. അപ്പം നമുക്കിതിനെ 3 ടേം ആയിട്ട് എഴുതാമല്ലോ. ഓക്കെ, സോ നമുക്കറിയാം എക്സ് മൈനസ് മ്യൂ ദ ഹോൾ സ്ക്വയർ എപ്പോഴും ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റി ആണ് അല്ലേ? അതെ. അപ്പം പിന്നെ f(x) എന്താണ്? പോസിറ്റീവ് ആണ്. PDF ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. സോ എക്സ് മൈനസ് മ്യൂ ദ ഹോൾ സ്ക്വയർ ഇൻറ്റു f(x) എന്ന് പറയുന്നത് എപ്പോഴും ഒരു നോൺ നെഗറ്റീവ് ക്വാണ്ടിറ്റി ആയിരിക്കും അല്ലേ? നെഗറ്റീവ് ആയിരിക്കത്തില്ല, 0 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും. സോ നമുക്ക് ഈ മിഡിൽ ടേമിനെ കൺഫേം ആയിട്ട് മ്യൂ മൈനസ് ടി സിഗ്മ ടു മ്യൂ പ്ലസ് ടി സിഗ്മ എക്സ് മൈനസ് മ്യൂ ദ ഹോൾ സ്ക്വയർ f(x) dxനെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് നമുക്ക് എഴുതാം. നമ്മുടെ പ്രൂഫിലേക്ക് കുറച്ചുകൂടെ എളുപ്പത്തിലാവുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ മിഡിൽ ടേമിനെ ഒഴിവാക്കുന്നത്. അപ്പം അത് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും ഓൾവേസ്. ഓക്കെ, അപ്പം നമുക്കതിനെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിട്ട് കൺസിഡർ ചെയ്താൽ ഈ ഹോൾ സിഗ്മ സ്ക്വയർ ഈക്വൽ ടു എന്ന് പറയുന്ന ഈക്വേഷൻ ഒരു ഇന്നിക്വാളിറ്റി ആയിട്ട് മാറും. സോ നമ്മൾ ആ എഴുതിയ ഇക്വേഷനെ നമുക്കിങ്ങനെ ഒരു ഇന്നിക്വാളിറ്റി ആയിട്ട് എഴുതാൻ പറ്റും. ഓക്കെ ആണല്ലോ? ഇനി നോക്കിക്കേ, ആദ്യത്തെ ടേമിൽ എക്സ് വേരി ചെയ്യുന്നത് എവിടം തൊട്ട് എവിടം വരെയാ? -∞ തൊട്ട് മ്യൂ മൈനസ് ടി സിഗ്മ അല്ലേ? ഫസ്റ്റ് ടേമിലാണ്, ഫസ്റ്റ് ഇൻ്റഗ്രേഷൻ്റെ ഫസ്റ്റ് ടേമിൽ -∞ തൊട്ട് മ്യൂ മൈനസ് ടി സിഗ്മ. അപ്പം അവിടെ നിന്ന് എന്താ നമുക്ക് മനസ്സിലാവുന്നത്? എക്സ് ഈസ് ലെസ് ദാൻ മ്യൂ മൈനസ് ടി സിഗ്മ. ശരിയാണല്ലോ? രണ്ടാമത്തെ ടേമിലോ എക്സ് വേരി ചെയ്യുന്നത് മ്യൂ പ്ലസ് ടി സിഗ്മ തൊട്ട് ഇൻഫിനിറ്റി വരെ. അപ്പോൾ അവിടെ എന്താണ്? എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ മ്യൂ പ്ലസ് ടി സിഗ്മ, അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മ്യൂ പ്ലസ് ടി സിഗ്മ. സോ ഇവിടെ നോക്കിക്കേ, നമ്മൾ 2 ടേമിൻ്റെയും താഴെ കറസ്പോണ്ടിങ് ആയിട്ടാണ് എഴുതിയിരിക്കുന്നത്. ഫസ്റ്റ് ടേമിൽ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മ്യൂ മൈനസ് ടി സിഗ്മ ആവുമ്പം എങ്ങനെ എഴുതാം? എക്സ് മൈനസ് മ്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു മൈനസ് ടി സിഗ്മ. അല്ലെങ്കിൽ അതിനെ എങ്ങനെ എഴുതാം? 2 സൈഡിലും നെഗറ്റീവ് എടുത്തു കഴിഞ്ഞാൽ ഇന്നിക്വാളിറ്റി ഇൻവേർട്ട് ആകും. സോ മൈനസ് എക്സ് മൈനസ് മ്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ടി സിഗ്മ,
അല്ലെങ്കിൽ സ്ക്വയർ എടുത്ത് കഴിയുമ്പോൾ എങ്ങനെ എഴുതാം? എക്സ് മൈനസ് മ്യൂ ദ ഹോൾ സ്ക്വയർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ടി സ്ക്വയർ സിഗ്മ സ്ക്വയർ. ശരിയാണല്ലോ. ഇനി സെക്കൻഡ് ടേമിൻ്റെ താഴെയുള്ളത് നോക്കിക്കേ. എക്സ് അവിടെ റേഞ്ച് ചെയ്യുന്നത് മ്യൂ പ്ലസ് ടി സിഗ്മ തൊട്ട് ഇൻഫിനിറ്റി വരെയാണ്. സോ നമുക്ക് എഴുതാം എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മ്യൂ പ്ലസ് ടി സിഗ്മ, അല്ലെങ്കിൽ എക്സ് മൈനസ് മ്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ടി സിഗ്മ. അവിടെ എന്തെഴുതാം? എക്സ് മൈനസ് മ്യൂ ദ ഹോൾ സ്ക്വയർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ടി സ്ക്വയർ സിഗ്മ സ്ക്വയർ. ശരിയാണല്ലോ. അപ്പോൾ ഈ രണ്ട് ടേമിലും എക്സ് മൈനസ് മ്യൂ ദ ഹോൾ സ്ക്വയർ അല്ലെ, ഇൻ്റഗ്രേഷനിലെ രണ്ട് ടേമിലും എക്സ് മൈനസ് മ്യൂ ദ ഹോൾ സ്ക്വയറിന് പകരം നമുക്ക് ടി സ്ക്വയർ സിഗ്മ സ്ക്വയർ എന്ന് എഴുതാം. കാരണം ഒരു ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഇൻഇക്വാളിറ്റി ആണ് ഇതിന് ടോട്ടൽ ആയിട്ടുള്ളത്. അപ്പോൾ സിഗ്മ സ്ക്വയർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഈ ഒരു ടേമിൽ എക്സ് മൈനസ് മ്യൂ ദ ഹോൾ സ്ക്വയറിന് പകരം നമുക്ക് ടി സ്ക്വയർ സിഗ്മ സ്ക്വയർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ. സോ നമ്മൾ ടി സ്ക്വയർ സിഗ്മ സ്ക്വയർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എഴുതി. അവിടെ ടി സ്ക്വയർ സിഗ്മ സ്ക്വയർ കോൺസ്റ്റൻ്റ് ആണ്. അത് ഔട്ട്സൈഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ടേമിനെയും ഇങ്ങനെ എഴുതാൻ പറ്റും അല്ലേ. ടി സ്ക്വയർ സിഗ്മ സ്ക്വയർ കോമൺ ആയിട്ട് ഔട്ട്സൈഡ് എടുത്തു. ബ്രാക്കറ്റിനുള്ളിൽ മൈനസ് ഇൻഫിനിറ്റി ടു മ്യൂ മൈനസ് ടി സിഗ്മ എഫ് ഓഫ് എക്സ് ഡി എക്സ് പ്ലസ് മ്യൂ പ്ലസ് ടി സിഗ്മ ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഡി എക്സ് അല്ലേ. ഇനി നോക്കിക്കേ, മൈനസ് ഇൻഫിനിറ്റി തൊട്ട് ഒരു പോയിന്റ് വരെ എഫ് ഓഫ് എക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ആണ് അല്ലേ, ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ്, ക്യാപിറ്റൽ എഫ് ഓഫ് മ്യൂ മൈനസ് ടി സിഗ്മ. അല്ലെങ്കിൽ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? പ്രോബബിലിറ്റി ദാറ്റ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മ്യൂ മൈനസ് ടി സിഗ്മ. അതല്ലേ ആദ്യത്തെ ടേം. രണ്ടാമത്തെ ടേമോ പ്രോബബിലിറ്റി ദാറ്റ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മ്യൂ പ്ലസ് ടി സിഗ്മ. അതായത് മ്യൂ പ്ലസ് ടി സിഗ്മ തൊട്ട് മുകളിലോട്ട് എഫ് ഓഫ് എക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുവാണ്. സോ നമുക്ക് അങ്ങനെ അതിനെ ചേഞ്ച് ചെയ്ത് എഴുതാമല്ലോ. ഇവിടെ മീനിങ് സെയിം തന്നെയാണ്, നൊട്ടേഷൻ ഇൻ്റഗ്രേഷൻ സൈനിൽ നിന്ന് അതിനെ പ്രോബബിലിറ്റിയുടെ ടേംസിലേക്ക് മാറ്റി എഴുതിയെന്നേ ഉള്ളൂ. ഇത് നിങ്ങൾക്കറിയാമല്ലോ. സോ ഇങ്ങനെ അതിനെ എനിക്ക് എഴുതാം. ഇനി ഞാനിതിനെ എക്സ് മൈനസ് മ്യൂ എന്നുള്ള ഫോമിലാക്കി എഴുതാം. സോ ഞാൻ എഴുതിയിരിക്കുന്നത് പ്രോബബിലിറ്റി ദാറ്റ് എക്സ് മൈനസ് മ്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു മൈനസ് ടി സിഗ്മ, പ്രോബിലിറ്റി ദാറ്റ് എക്സ് മൈനസ് മ്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ടി സിഗ്മ. അപ്പം അതിനെ ഗ്രാഫിക്കലി ഒന്ന് പ്ലോട്ട് ചെയ്യുവാണെങ്കിൽ ഇങ്ങനെ ഒരു, അതായത് എക്സ് മൈനസ് മ്യൂ എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ മൈനസ് ടി സിഗ്മയുടെ ലെഫ്റ്റ് സൈഡിലും ടി സിഗ്മയുടെ റൈറ്റ് സൈഡിലുമാണ് ഉള്ളത്. സോ എനിക്ക് ഇതിനെ എങ്ങനെ എഴുതാം? ഒന്നിച്ച് ഈ രണ്ട് ടേമും കൂടെ ഒന്നിച്ച് എങ്ങനെ എഴുതാം? പ്രോബബിലിറ്റി ദാറ്റ് മോഡുലസ് ഓഫ് എക്സ് മൈനസ് മ്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ടി സിഗ്മ. ശരിയാണല്ലോ. രണ്ട് ടേമിനെയും കൂടെ ഒന്നിച്ച് മോഡുലസ് ഓഫ് എക്സ് മൈനസ് മ്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ടി സിഗ്മ. ശരിയാണല്ലോ. ഇനി നോക്കിക്കേ, എന്താണ് ഇൻഇക്വാളിറ്റി വന്നിരിക്കുന്നത്? സിഗ്മ സ്ക്വയർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ടി സ്ക്വയർ സിഗ്മ സ്ക്വയർ ഇൻറ്റു പ്രോബബിലിറ്റി ദാറ്റ് മോഡുലസ് എക്സ് മൈനസ് മ്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ടി സിഗ്മ. അപ്പം രണ്ട് സൈഡിൽ നിന്നും, റൈറ്റ് സൈഡിൽ നിന്നും ഇൻഇക്വാളിറ്റിയുടെ റൈറ്റ് സൈഡിൽ നിന്നും ലെഫ്റ്റ് സൈഡിൽ നിന്നും സിഗ്മ സ്ക്വയർ ക്യാൻസൽ ചെയ്യാലോ. ക്യാൻസൽ ചെയ്യാം. അപ്പം ടി സ്ക്വയർ നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് ഡിനോമിനേറ്ററിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യാം. അപ്പോൾ ഈ ഇൻഇക്വാളിറ്റി എങ്ങനെയാവും? അപ്പം ഇതിനെ ഇങ്ങനെ എഴുതാമല്ലോ. സിഗ്മ സ്ക്വയർ രണ്ട് സൈഡിൽ നിന്നും ക്യാൻസൽ ചെയ്തു. സോ നമുക്ക് ഈ പ്രോബബിലിറ്റിയെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/t സ്ക്വയർ എന്ന് എഴുതാമല്ലോ. സോ നമ്മുടെ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റിന് പ്രൂഫ് കിട്ടി. ഇനി ഇൻഇക്വാളിറ്റിയെ ത്രൂ ഔട്ട് ഒന്ന് മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലോ. എന്നിട്ട് രണ്ട് സൈഡിലും ഒരു 1 ആഡ് ചെയ്ത് നോക്കിക്കേ, എന്താ സംഭവിക്കുക? ഇവിടെ രണ്ട് സൈഡിലും -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പം മുകളിലത്തെ ഇൻഇക്വാളിറ്റി താഴത്തെ ഈ ഫോമിലേക്ക് വന്നു അല്ലെ. രണ്ട് സൈഡിലും നെഗറ്റീവ് സൈൻ വന്നു, ഇൻഇക്വാളിറ്റി ഇൻവേർട്ടായി. ശരിയാണല്ലോ. രണ്ട് സൈഡിൽ ഒരു 1 കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടി? 1 മൈനസ് ദിസ് പ്രോബബിലിറ്റി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 മൈനസ് 1/t സ്ക്വയർ. അപ്പം 1 മൈനസ് പ്രോബബിലിറ്റി ദാറ്റ് മോഡുലസ് എക്സ് മൈനസ് മ്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ടി സിഗ്മ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഈ ഗ്രാഫിലെ ഷെയ്ഡ് ചെയ്യാത്ത പോർഷൻ, ഷെയ്ഡ് ചെയ്ത പോർഷനാണ് ഈ മോളിൽ പറഞ്ഞിരിക്കുന്ന പ്രോബബിലിറ്റി.
ഷെയ്ഡ് ചെയ്യാത്ത പോർഷൻ ഏതാണ്? പ്രോബബിലിറ്റി ദാറ്റ് മോഡുലസ് എക്സ് മൈനസ് മ്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി സിഗ്മ. ഇത് നിങ്ങൾക്ക് പഠിച്ചിട്ടുള്ളതാണ് അല്ലേ? ടി സിഗ്മ മൈനസ് ടി സിഗ്മ വന്നു കഴിയുമ്പം മോഡുലസ് ടേം ഇട്ട് നമുക്ക് എഴുതാം. സോ എന്ത് കിട്ടി? നമ്മുടെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റും പ്രൂവ് ചെയ്തു. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഒരു ലോവർ ബൗണ്ട് ആയിരുന്നു പറഞ്ഞിരുന്നത്. അപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റും പ്രൂവ് ചെയ്തു. അപ്പം നിങ്ങളുടെ നോട്ടിൽ ഇതിൻ്റെ പ്രൂഫ് പറഞ്ഞിരിക്കുന്നതിൽ ഇടയ്ക്കിടയ്ക്ക് ചെറിയ മിസ്റ്റേക്സ് ഉണ്ട്. അപ്പോൾ അത് കറക്റ്റ് ചെയ്തുകൊണ്ട് ശരിയായിട്ട് നോട്ട് എഴുതുക. ഇത് എഴുതി തന്നെ പഠിക്കുക. ഈ പ്രൂഫ് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന് മാർക്ക് നിങ്ങൾ കളയരുത്, നന്നായിട്ട് ചെയ്ത് പഠിക്കുക. ഇനി കുറച്ച് വർക്കൗട്ട് എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്. അതിൽ നമുക്ക് 1-2 എണ്ണം ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഒന്നാമത്തെ പ്രോബ്ലം നോക്കിക്കേ. എന്താ തന്നിരിക്കുന്നത്? നമുക്കൊരു PDF തന്നിട്ടുണ്ട് അല്ലേ? f of x equal to 1/2 raised to x for x equal to 1, 2, 3 etc. ഇൻഫിനിറ്റി വരെ പോകും. അപ്പോൾ എക്സ് ഇവിടെ ഡിസ്ക്രീറ്റ് ആണോ കണ്ടിന്യൂസ് ആണോ? ഡിസ്ക്രീറ്റ് ആണ്. നമ്മൾ ഷെബിഷെഫ്സ് ഇനിക്വാളിറ്റി പ്രൂവ് ചെയ്തത് കണ്ടിന്യൂസ് റാൻഡം വേരിയബിളിനാണ്. പക്ഷെ ഞാനത് പറഞ്ഞു ഇൻ്റഗ്രേഷൻ ചെയ്തെടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടി. അതേപോലെ തന്നെ സമ്മേഷൻ ചെയ്ത് നമുക്ക് ആ പ്രൂഫ് ചെയ്യാവുന്നതാണ്. പക്ഷെ കുറച്ചുകൂടെ കൺവീനിയൻസിന് വേണ്ടിയിട്ടാണ് കണ്ടിന്യൂസ് ആയിട്ട് കൺസിഡർ ചെയ്തത്. അപ്പോൾ ഇവിടെ എക്സ് എന്ന് പറയുന്നത് ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ആണ്. എന്താ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്? യൂസിങ് ഷെബിഷെഫ്സ് ഇനിക്വാളിറ്റി പ്രൂവ് ദാറ്റ് probability that modulus x minus 2 less than or equal to 2 greater than or equal to 1/2. അപ്പോൾ ഷെബിഷെഫ്സ് ഇനിക്വാളിറ്റി വെച്ചിട്ട് നമുക്കൊരു പ്രോബബിലിറ്റി ഇനിക്വാളിറ്റി പ്രൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്തൊക്കെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്? ഒരു മീൻ എക്സിസ്റ്റ് ചെയ്യണം, ഒരു വേരിയൻസും എക്സിസ്റ്റ് ചെയ്യണം, പിന്നെ ഒരു ടി ഉണ്ട് അവിടെ. ആ ടിയുടെ വാല്യൂ കൂടെ കണ്ടുപിടിച്ചാലേ നമുക്ക് ഈ ഷെബിഷെഫ്സ് ഇനിക്വാളിറ്റിയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം നമുക്കിവിടെ മീനും വേരിയൻസും കണ്ടുപിടിക്കാം. അപ്പോൾ എക്സ്പെക്റ്റേഷൻ ഉപയോഗിച്ച് മീനും വേരിയൻസും കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പം ഞാനത് പ്രത്യേകിച്ച് ഡിസ്ക്രൈബ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ എക്സ്പെക്റ്റേഷൻ എന്ന് പറയുന്നത് 2 ആണ്, വേരിയൻസ് എത്രയാണ്? 2 തന്നെ. അപ്പം നമ്മൾ ഷെബിഷെഫ്സ് ഇനിക്വാളിറ്റിയിൽ ലോവർ ബൗണ്ടിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ എഴുതുക. ഇതാണ് നമ്മുടെ ആ സ്റ്റേറ്റ്മെൻറ്റ്. അവിടെ മ്യൂവിനും സിഗ്മയ്ക്കും നമ്മുടെ കയ്യിലുള്ള നമ്മൾ കണ്ടുപിടിച്ച വാല്യൂസ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പം നമുക്ക് എന്ത് കിട്ടി? പ്രോബബിലിറ്റി ദാറ്റ് മോഡുലസ് എക്സ് മൈനസ് 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ഇൻറ്റു √2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 - 1/t². ഇനി നമുക്ക് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റുമായിട്ട് ഇതിനെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ടിയുടെ വാല്യൂ കിട്ടും അല്ലേ? തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റുമായിട്ട് നമുക്കൊന്ന് കമ്പയർ ചെയ്യാം. സോ നമ്മുടെ ഗിവൺ സ്റ്റേറ്റ്മെൻറ്റിനെ ഇക്വേഷൻ നമ്പർ 1 എന്നും നമ്മൾ കണ്ടുപിടിച്ചതിനെ ഇക്വേഷൻ നമ്പർ 2 എന്നും കൺസിഡർ ചെയ്താൽ കമ്പയർ ചെയ്ത് നോക്കിക്കേ. മോഡുലസിൻ്റെ ഉള്ളിലെ ടേംസ് ഈക്വൽ ആണ്. ഇനി ടി സിഗ്മ ടി ഇൻറ്റു √2 തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിൽ എന്താണ്? 2 ആണ്. സോ നമുക്ക് അവിടെ നിന്നും ടിയുടെ വാല്യൂ കിട്ടും അല്ലേ? ടി ഇൻറ്റു √2 ഈക്വൽ ടു 2 എന്ന് കൺസിഡർ ചെയ്താൽ ടി എന്താണ്? √2 ആണ്. സോ 1 - 1/t² എന്ത് കിട്ടും? 1 - 1/2. ഇതെന്താണ്? 1/2. സോ ഇക്വേഷൻ നമ്പർ 1 തന്നെ നമുക്ക് കിട്ടും. സോ നമ്മുടെ ആൻസർ നമ്മൾ പ്രൂവ് ചെയ്തു അല്ലേ? ഇത് പ്രൂവ് ചെയ്യാനായിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. എന്തൊക്കെ കണ്ടുപിടിച്ചാൽ മതി? എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സും വേരിയൻസ് ഓഫ് എക്സും കണ്ടുപിടിക്കുക. തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റുമായിട്ട് കമ്പയർ ചെയ്ത് ടിയുടെ വാല്യൂ കണ്ടുപിടിക്കുക. ലോവർ ബൗണ്ട് ആണെങ്കിൽ അത്, അല്ലെങ്കിൽ അപ്പർ ബൗണ്ട് ആണെങ്കിൽ അത് കണ്ടുപിടിക്കുക. സോ നമ്മളിത് പ്രൂവ് ചെയ്തു. ക്ലിയർ ആണല്ലോ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്തൊക്കെ തന്നിരിക്കുന്നത്? എക്സിൻ്റെ വാല്യൂസ് തന്നിട്ടുണ്ട്, പെർട്ടിക്കുലർ പ്രോബബിലിറ്റി തന്നിട്ടുണ്ട്. അപ്പോൾ പ്രോബബിലിറ്റി സം വരുന്നത് 1 ആണ് അല്ലേ? 0.2 + 0.1 + 0.3 + 0.2 + 0.2 1 ആണ്. സോ ദിസ് ഈസ് എ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ. ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ആണ്. ഇനി ആദ്യം എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഫൈൻഡ് ദ പ്രോബബിലിറ്റി ദാറ്റ് മോഡുലസ് എക്സ് മൈനസ് മ്യൂ ഗ്രേറ്റർ ദാൻ 3.5. അപ്പം ആദ്യം ഈ ഒരു പ്രോബബിലിറ്റി ഈ ഒരു മാസ് ഫംഗ്ഷനിൽ നിന്ന് നമ്മൾ ഡയറക്റ്റ് കണ്ടുപിടിക്കണം. രണ്ടാമത് എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഓൾസോ ഫൈൻഡ് ആൻ അപ്പർ ബൗണ്ട് ടു ദിസ് പ്രോബബിലിറ്റി യൂസിങ് ഷെബിഷെഫ്സ് ഇനിക്വാളിറ്റി.
അപ്പോൾ ആദ്യമേ ഈ ഒരു പ്രോബബിലിറ്റിയും അത് കഴിഞ്ഞ് ഇതിന് ഒരു അപ്പർ ബൗണ്ടും കണ്ടുപിടിക്കണം. അപ്പം ഇതിൻ്റെ ഈ പ്രോബബിലിറ്റി നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഈ തന്നിരിക്കുന്ന വാല്യൂസിൽ നിന്ന് കണ്ടുപിടിക്കാം. പക്ഷെ അപ്പർ ബൗണ്ട് കണ്ടുപിടിക്കാൻ നമുക്ക് ഇതിൻ്റെ എക്സ്പെക്റ്റേഷനും വേരിയൻസും ആവശ്യമാണ്. സോ നമുക്ക് ആദ്യമേ ഈ ഒരു പ്രോബബിലിറ്റി നോക്കാം. സോ ഈ പ്രോബബിലിറ്റി കാണാനായിട്ട് നമുക്ക് വേണമെങ്കിൽ x-3ൻ്റെ വാല്യൂസ് എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ പ്രോബബിലിറ്റി ഡയറക്റ്റ് എഴുതുമ്പം മോഡുലസ് x-3 ഗ്രേറ്റർ ദാൻ 3.5 എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? പ്രോബബിലിറ്റി ദോട്ട് x-3 ഗ്രേറ്റർ ദാൻ 3.5 പ്ലസ് പ്രോബബിലിറ്റി ദാറ്റ് x-3 ലെസ് ദാൻ -3.5. അപ്പം എക്സിന് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എക്സിന് എടുക്കുന്ന വാല്യൂസ് എന്താണ്? എക്സ് ഗ്രേറ്റർ ദാൻ 6.5 ആകുന്നത് ഏത് വാല്യൂ ഉള്ളൂ? 9 മാത്രമേ ഉള്ളൂ അല്ലേ? എക്സ് ലെസ് ദാൻ -0.5 ആകുന്നതോ എക്സ് -1 മാത്രമേ ഉള്ളൂ. സോ അതിൻ്റെ കറസ്പോണ്ടിങ് പ്രോബബിലിറ്റീസ് എന്തൊക്കെയാണ്? 0.2 ആൻഡ് 0.2. അപ്പം ഈ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 0.4 വരും. ഇനി എന്താ വേണ്ടത്? ഒരു അപ്പർ ബൗണ്ട് ആണ് വേണ്ടത് അല്ലേ? അപ്പം നമുക്ക് മീനും വേരിയൻസും കണ്ടുപിടിക്കാം. സോ നമ്മൾ മീനും വേരിയൻസും കണ്ടുപിടിച്ചു. ഇനി നമുക്ക് അപ്പർ ബൗണ്ട് കാണാനായിട്ട് ഷെബിഷെഫ്സ് ഇൻഇക്വാളിറ്റി ഉപയോഗിച്ച് നമ്മുടെ ഇൻഇക്വാളിറ്റി നമ്മൾ എഴുതി. അതിനുള്ളിൽ മീനും സിഗ്മയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് ഇക്വേഷൻ നമ്പർ 1 കിട്ടും. ഇനി നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ഇക്വേഷൻ നമ്പർ 2 ആയിട്ട് കൺസിഡർ ചെയ്താൽ നമുക്ക് 3.5നെ ടി സിഗ്മയോട് ഇക്വേറ്റ് ചെയ്ത് ടിയുടെ വാല്യൂ കണ്ടുപിടിക്കാം അല്ലേ? ഇപ്പം ടിയുടെ വാല്യൂ എന്താ? 1.02. അങ്ങനെയാണെങ്കിൽ അപ്പർ ബൗണ്ട് 1/t² കിട്ടാനായിട്ട് 1/1.02 സ്ക്വയർ എടുത്താൽ മതിയല്ലോ. മതി. അപ്പം അപ്പർ ബൗണ്ട് എന്ത് കിട്ടും? 0.96. ക്ലിയർ ആണല്ലോ? അപ്പം ഇവിടെ ഡയറക്റ്റ് പ്രോബബിലിറ്റി കാണാനും അപ്പർ ബൗണ്ട് കാണാനും പറഞ്ഞിട്ടുണ്ട്. ഡയറക്റ്റ് പ്രോബബിലിറ്റി കാണുമ്പോൾ നമ്മുടെ ഡിസ്ട്രിബ്യൂഷനെയും തന്നെ നമുക്ക് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ അപ്പർ ബൗണ്ട് കാണാൻ നമുക്ക് മീനും വേരിയൻസും വേണം. അത് ഷെബിഷെഫ്സ് ഇൻഇക്വാളിറ്റി ഉപയോഗിച്ച് നമുക്ക് തന്നിരിക്കുന്ന ഒരു ഇൻഫർമേഷൻ ഉപയോഗിച്ച് ടിയുടെ വാല്യൂ ഏതാന്ന് കണ്ടുപിടിക്കുക. അങ്ങനെയാണെങ്കിൽ അപ്പർ ബൗണ്ടോ ലോവർ ബൗണ്ടോ കാണാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പം ഇങ്ങനെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി തന്നിട്ടുണ്ട്. പ്രോബ്ലംസ് 5.3 മുതൽ പ്രോബ്ലംസ് 5.6 വരെ. അപ്പം ഈ ക്വസ്റ്റ്യൻസ് കൂടി ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിക്കുക. ഓക്കെ, എല്ലാം സിമിലർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയും നന്നായിട്ട് പഠിക്കുക. ഓക്കെ, താങ്ക് യു.